ബംഗ്ലാദേശിൽ വീണ്ടും ഒരു അട്ടിമറിക്ക് കളമൊരുങ്ങുന്നുവെന്ന സൂചനകളും അതിനിടെ പുറത്തുവന്നു. യൂനിസിനെ വീഴ്ത്തി അധികാരം പിടിക്കാൻ സൈന്യം നീക്കങ്ങൾ നടത്തുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഷെയ്ഖ് ഹസീന സർക്കാരിനെ വീഴ്ത്തി യൂനിസ് സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ബംഗ്ലാദേശിലെ സ്ഥിതി സമാധാനപരമായിരുന്നില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന അസ്ഥിരതയും സംഘർഷങ്ങളും ഇടക്കാല സർക്കാരിനെതിരെ ജനം തിരിയാൻ കാരണമായിട്ടുണ്ട്. ഇതിനിടെയാണ് അധികാരം ഏറ്റെടുക്കാൻ സൈന്യം നീക്കം നടത്തുന്നതായുള്ള വാർത്തകൾ പുറത്തുവന്നത്. വാക്കർ ഉസ്സമാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കഴിഞ്ഞ തിങ്കളാഴ്ച അടിയന്തര യോഗം ചേർന്നിരുന്നു. 5 ലഫ്റ്റനന്റ് ജനറൽമാർ, 8 മേജർ ജനറൽമാർ, സ്വതന്ത്ര ബ്രിഗേഡുകളുടെ കമാൻഡിംഗ് ഓഫീസർമാർ, സൈനിക ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ തുടങ്ങി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സൈനിക യോഗത്തിൽ പങ്കെടുത്തതായാണ് വിവരം. ഈ യോഗം ചേർന്നതിന് പിന്നാലെയാണ് പട്ടാള അട്ടിമറി എന്ന അഭ്യൂഹം ശക്തിപ്പെട്ടത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ പതനം. ഇതിനുശേഷം അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനിസ് സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ വൻതോതിൽ അവിശ്വാസം ഉടലെടുത്തിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് രാജ്യത്തെ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിൽ സൈന്യത്തിന്റെ പങ്കിനെക്കുറിച്ചും അതിനുള്ള സാധ്യതയെക്കുറിച്ചുമായിരുന്നു യോഗത്തിലെ ചർച്ചകൾ എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനോ മുഹമ്മദ് യൂനിസിനെതിരെ അട്ടിമറി നടത്താനോ സൈന്യം പ്രസിഡന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നായിരുന്നു സൂചനകൾ. അടുത്തിടെയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി നേതാക്കളും സൈന്യത്തിനെതിരെയും ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇത് സൈന്യത്തിലെ പല വിഭാഗങ്ങളെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിനിടെ ഹസീനയുടെ അവാമി ലീഗിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി സൈന്യം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് വിദ്യാർത്ഥി സംഘടന ആരോപിച്ചിരുന്നു. എന്നാൽ സൈന്യം ഈ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ സംഭവ വികാസങ്ങൾക്ക് നടുവിലായിരുന്നു യൂനിസിന്റെ ചൈന സന്ദർശനം.